കേൾക്കാം. മാതാജി, നമ്മളിവിടുന്ന് ഓരോ യാത്രയിലും രണ്ടുപേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു നറുക്കെടുപ്പുണ്ടായിരുന്നു. ആ നറുക്കെടുപ്പത്തിൽ രണ്ടാമത്തെ നറുക്കെടുപ്പ് മാതാജിനാണ് കിട്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ 18 വൃന്ദാവന യാത്ര ഫ്രീ ആയിട്ട്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മൾ ജയപതാക സ്റ്റോറിൻ്റെ അണ്ടറിൽ ഓരോ വൃന്ദാവന യാത്രയിലും അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന എല്ലാ യാത്രയിലും നമ്മൾ രണ്ടാളെ ഫ്രീ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നറുക്കിട്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ആളുകൾ, ഇവിടുത്തെ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ്, അവരുടെയൊക്കെ നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ഒരു ഇൻവോയ്സ് നമ്പർ മാതിരി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഇപ്പോൾ നറുക്കിട്ടെടുത്തിട്ട് കൊണ്ടുപോകാനുള്ള ആളെ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ഒരു നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സെപ്റ്റംബർ 18 നമ്മൾ പോകുന്ന വൃന്ദാവന യാത്രയ്ക്കുള്ള ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന രണ്ടാളുടെ നറുക്കെടുപ്പാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അത് കിട്ടുന്ന ആളുകൾക്ക് നമ്മൾ ഒരു പൈസയും ചിലവാകാതെ നമ്മൾ അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അഥവാ അവർക്ക് പറ്റാത്ത എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു 4 സീറ്റാണ് ഇപ്പോൾ കാലിയുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് മധുര, വൃന്ദാവനം, കുരുക്ഷേത്ര AC ട്രെയിനാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള ഓരോ 2 പേർക്ക് നമ്മൾ AC റൂം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് കയറി തിരിച്ചു വരുന്നവരെയുള്ള 3 നേരത്തെ ഫുഡ് സാത്വികമായിട്ടുള്ള ഫുഡാണ്, ഭഗവാന് നേദിച്ച ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള യാത്രയെല്ലാം, ബസ്സിലുള്ള യാത്രയെല്ലാം AC ബസ് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പെർഫെക്റ്റ് യാത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ചിലവുകളടക്കമുള്ള ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ എല്ലാവർക്കും പെർഫെക്റ്റായിട്ട്, അതും വളരെ കെയർഫുള്ളായിട്ട് നമ്മളെല്ലാവരും കൊണ്ടുവരുന്നതാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതിൽ 0 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് ഇതിനകത്തുള്ളത്. അത് നമ്മൾ നേരത്തെ എഴുതുന്നതൊക്കെ കാണിച്ചിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഓരോ നമ്പർ എടുക്കും. ആ 4 പ്രാവശ്യം എടുക്കുന്ന നമ്പർ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ട് അത് മൊത്തം കൂട്ടി വായിക്കുന്ന 4 അക്ക നമ്പർ ആരുടെയാണോ നമ്മൾ ഇൻവോയ്സിൽ നോക്കിയിട്ട് നമ്മളത് അനൗൺസ് ചെയ്യണത്. ഓക്കെ, അതനുസരിച്ചിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മണികണ്ഠേശ്വരത്തുള്ള ഒരു മാതാജി ഇവിടെ ഇപ്പോൾ കസ്റ്റമറായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെടുക്കാൻ സമ്മതിച്ച് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണിത്. ഒരെണ്ണെടുത്ത മാതാജി, ഇത് നമ്പർ പറഞ്ഞോളൂ. 2. ഓക്കെ, അത് മാറ്റി, അതിട്ടോളൂ, അത് ചുരുട്ടിട്ടോ അതിട്ടോളൂ. കട്ട് ചെയ്യാണ്ട് കണ്ടിന്യൂസ് എടുത്തോളൂ കേട്ടോ. ടു നയൻ കിട്ടില്ല. അപ്പോൾ ആദ്യം റിപ്പീറ്റ് അടിക്കണം. 29 ആയിട്ടില്ല, നമുക്ക് 27 വരെ ആയിട്ടുള്ളൂ. വീണ്ടും 9. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2700 സംതിങ് ആളുകളാണ് ഇതിനകത്ത് പേര് തന്നിട്ടുള്ളത്. ഇപ്പോൾ 2 പ്രാവശ്യം രണ്ടാമത് കിട്ടിയിട്ടുള്ളത് 9 ആണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല, നമുക്ക് 7 അതിൽ താഴെയുള്ളത് കിട്ടണം. അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 5 കിട്ടുള്ളൂ. ആരണ ഭാഗ്യവാൻ. ഗുരുവായൂരപ്പൻ ഞാൻ ആരാണ് അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ബുക്ക് നോക്ക്. എന്നിട്ട് 5 അല്ലേ, 2505 ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള നമ്പർ. 2505 നമ്മൾക്ക് ഇവിടെ നോക്കാം. 2505 രഞ്ജിത്ത്, പാലക്കാട്. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കണ കാണിച്ചേട്ടാ. ഇത് 2505 അല്ലേ? 2505
കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. രഞ്ജിത്ത്, പാലക്കാട്. നമ്മളിവിടെ വൃന്ദാവന യാത്രയിൽ ഒരു 2 പേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള നറുക്കെടുപ്പിൽ നിങ്ങൾക്കാണിപ്പോൾ വീണിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഞാൻ കുറേ ട്രൈ ചെയ്തു വിളിക്കാൻ വേണ്ടിയിട്ട്, എൻഗേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കുക. സെപ്റ്റംബർ 18 പോകുന്ന വൃന്ദാവന യാത്രയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം നിങ്ങൾക്ക്. ഓക്കെ, അതിന് എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മുടെ സെപ്റ്റംബർ 18 ഉള്ള ഈ വർഷത്തെ 2024 വൃന്ദാവന യാത്രയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന 2ാമത്തെ ആളുടെ നറുക്കെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. അതിൽ അച്ഛൻ്റെ പേരെന്താ? മുരളീധരൻ. എവിടെയാ? മുരളീധരൻ പാലയൂരാണ് ഫസ്റ്റത്തെ ഇത് എടുക്കുന്നത്. അപ്പോൾ ഒരു നമ്പർ എടുത്തോളൂ അച്ഛാ. എന്താ തുറന്നോളൂ. എത്ര നമ്പർ? 0. ഓക്കെ, ചുരുട്ടീനകത്ത് തന്നെ കേട്ടോ. മധുരയുടെ പേര് കാർത്തിക, തൃപ്പൂണിത്തറ അല്ലേ? ഇപ്പോൾ ഗുരുവായൂർ താമസിക്കുന്നു. ഒരെണ്ണെടുത്തോളൂ, തുറക്കൂ. 06 എടുത്തിട്ടോളൂ. അച്ഛനാറിനോട് എടുത്തോളൂ. ആ പഴയ ബുക്ക് എടുക്കുമായിരുന്നു. 8. അതിൻ്റെ ഉള്ളിലുണ്ടാവും, അതിനകത്തുണ്ടാവും പച്ച ബുക്ക്. നോക്കാണ്ടെടുക്കാം. 0684. ഇതൊന്ന് കാണിച്ച 0684 ആണ്. അത് ആരാണ് ആ ഭാഗ്യവാനെന്ന് നമ്മൾക്ക് ബുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അവർക്ക് വിളിക്കാം. ഏതായാലും എൻ്റെ ഇതിൽ അവരുടെ ഇതുണ്ടാവും, നമ്പർ ഉണ്ടാവും. 0684 അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഫോൺ നമ്പറിന് ലാസ്റ്റ് 0684 ഫോൺ നമ്പറല്ല. കേൾക്കാം. മാതാജി, നമ്മളിവിടുന്ന് ഓരോ യാത്രയിലും 2 പേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു നറുക്കെടുപ്പുണ്ടായിരുന്നു. ആ നറുക്കെടുപ്പത്തിൽ 2ാമത്തെ നറുക്കെടുപ്പ് മാതാജിനാണ് കിട്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ 18 വൃന്ദാവന യാത്ര ഫ്രീ ആയിട്ട്. സന്തോഷമായ? എന്റെ പ്രഭു, ഞാൻ എങ്ങനെ പോരും? എനിക്ക് ലീവ് കിട്ടുമോന്ന് അറിയില്ലല്ലോ. ഇനി ഞാൻ നോക്കിയിട്ട് പറയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഭു എന്റെ പേരിട്ടോ. ഇല്ല, നമ്മൾ ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ആണ് മാതാജി. നമ്മളുടെ സ്ഥിരമായിട്ട് ഗ്രൂപ്പിലുള്ളവരെയും കസ്റ്റമേഴ്സിനെയും കൂടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് എടുക്കുന്ന നമ്പറാണത്. മനസ്സിലായോ? മാതാജിയുടെ നമ്പർ 0235 ആണ് മാതാജിയുടെ നമ്പർ. ആ നമ്പറാണ് 2ാമത്തെ നറുക്കെടുപ്പിൽ കിട്ടിയത്. ഓക്കെ. അപ്പം മാതാജിക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാതാജിയുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും വിടാൻ വേണമെങ്കിൽ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു നറുക്കെടുക്കും. വേറെ ആരെങ്കിലും നാളേക്കുള്ളിൽ പറയണം. ഓക്കെ, കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടുണ്ടപ്പോൾ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മൾ ഇപ്പോൾ 2 പേരെ നറുക്കെടുത്തതിൽ നിന്നിട്ട് ഒരാളിപ്പോൾ വിളിച്ചിട്ട് കിട്ടി. 2ാമത്തെ ആളെ ഇപ്പോഴും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. 2ാമത്തെ ആളെ നമ്പർ 9746331186 രഞ്ജിത്ത്, പാലക്കാട് നിന്നാണ്. അപ്പോൾ നാളെ വരെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു നറുക്കെടുത്തിട്ട് വേറെ ആളെ കൊണ്ടുപോകുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രൈ ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിന് നാളെ വൈകുന്നേരത്തിനുള്ളിൽ റിപ്ലൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ തന്നെ കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ നറുക്കിട്ടെടുക്കും. ഓക്കെ, ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.